ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ HSA നാച്ചുറൽ സയൻസ് എക്സാമിന്റെ കഴിഞ്ഞ വർഷം, അതായത് 2022 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റി വൈറൽ ഘടകങ്ങൾ ഏതാണ്? നോടി ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ. വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റി വൈറൽ ഘടകങ്ങൾ. ഓപ്ഷൻസ് നോക്കാം. വിറിയോൺ, ഇന്റർഫെറോൺ, ആന്റിവൈറിൻ ആൻഡ് ആന്റിജൻ. ഇതിൽ ഏതാണ്? ഇതാണ് ഒരു ഹോസ്റ്റ് ബോഡി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു ഓർഗാനിസം. ഈ ഓർഗാനിസത്തിലോട്ട് വൈറസ് അകത്തോട്ട് കയറി. അങ്ങനെ വൈറസ് അണുബാധ ഉണ്ടാകുമല്ലോ. വൈറസ് അണുബാധ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും വൈറസ് എന്ന് പറയുന്നത് ഒരു ആന്റിജൻ ആണ്. ഈ ആന്റിജൻ ഒരു ഓർഗാനിസത്തിൽ വന്ന ആ ഓർഗാനിസത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകും, അല്ലെ? പ്രതിരോധ പ്രവർത്തനം. അങ്ങനെ ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽ ഏതാണെന്നാണ്, അല്ലെങ്കിൽ ആ ആന്റിവൈറൽ ഘടകത്തെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരിക? വിറിയോൺ, ആന്റിവൈറിൻ, ഇന്റർഫെറോൺ ആൻഡ് ആന്റിജൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഇന്റർഫെറോൺസ് ആണ്. ഇന്റർഫെറോൺസ്, കേട്ടോ. നമുക്ക് ഓരോന്നും എന്താ നോക്കാം. വിറിയോൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്ഷ്യസ് വൈറൽ പാർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ചെറിയൊരു ഡെഫിനേഷൻ ആയിട്ട് ഇൻഫെക്ഷ്യസ് വൈറൽ പാർട്ടിക്കിളിനെയാണ് നമ്മൾ വിറിയോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സാം മലയാളത്തിലാണ്, അതുകൊണ്ട് തന്നെ മലയാളം ടേംസ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. വിറിയോൺ എന്ന് പറയുന്നത് ഹോസ്റ്റ് സെല്ലിന് പുറത്തുള്ള ഒരു വൈറസിന്റെ സമ്പൂർണവും അണുബാധയുള്ളതുമായ രൂപത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് മനസ്സിലായത്? അതായത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ജീവിക്ക് അസുഖം വരുത്താൻ കപ്പാസിറ്റി ഉള്ള വൈറസിന്റെ പൂർണ്ണ രൂപം അതെങ്ങനെയാണ്? ഓർഗാനിസത്തിന് പുറത്തായിരിക്കും. ഓക്കെ, നമുക്കറിയാം വൈറസിന്റെ പ്രത്യേകത എന്താ? അത് ഒരു ജീവനുള്ള വസ്തുവിന്റെ ഉള്ളിലായിരിക്കുമ്പോ എന്താ ലിവിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ ലിവിങ് ആയിട്ട് കാണിക്കും. സോ ഹോസ്റ്റ് സെല്ലിന് പുറത്തുള്ള വൈറസിന്റെ സമ്പൂർണവും അതുപോലെ തന്നെ അസുഖം വരുത്താൻ കപ്പാസിറ്റി ഉള്ളതുമായിട്ടുള്ള ആ രൂപത്തിനെയാണ് നമ്മൾ വിറിയോൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് സൈഡിൽ കാണിച്ചിട്ടുള്ള പിക്ചർ നോക്കാം. ഇതാണ് വിറിയോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വിറിയോൺ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നടുക്കായിട്ട് നമുക്ക് വൈറൽ കോർ റീജിയൻ കാണാനായിട്ട് പറ്റും. വൈറൽ RNA ഓർ വൈറൽ DNA. അതിന് ചുറ്റുമായിട്ട് എന്താണ്? ക്യാപ്സിഡ് കോട്ട് ഉണ്ടാവും. ക്യാപ്സിഡ് കോട്ട്. ചില വൈറസുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സിഡ് കോട്ടിന് ചുറ്റുമായിട്ട് ഒരു എൻവലപ്പും കൂടി കാണാനായിട്ട് പറ്റും. ക്യാപ്സിഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ കോട്ടാണ്. ഓക്കെ, ക്യാപ്സിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കോട്ടാണ്. അതിനകത്താണ് വൈറസിന്റെ DNA അല്ലെങ്കിൽ RNA, അതായത് ജനിതക ഘടന. ഓക്കെ, ചിലപ്പോൾ അതിന് ചുറ്റുമായിട്ട് ലിപ്പിഡിന്റെ ഒരു കോട്ടിങ്ങും കൂടി കാണാനായിട്ട് പറ്റും. ദെൻ ഈ ഹോസ്റ്റ് സെല്ലിനിടയ്ക്കായിട്ട് ഈ രോഗം അല്ലെങ്കിൽ ആ രോഗം പകരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ വിറിയോൺ അല്ലെങ്കിൽ വൈറോൺസുകളാണ്. ആതിഥേയന്മാർക്കിടയിൽ വൈറസുകൾ പകരുന്നതിന് കാരണമാകുന്ന പകർച്ചവ്യാധി കണങ്ങളാണ് വൈറോണുകൾ എന്ന് വിളിക്കുന്നത്. അതായത് രോഗം വരാനായിട്ട് കാരണമാകുന്ന ആ വസ്തുക്കൾ അല്ലെങ്കിൽ പകർച്ചവ്യാധി ഉണ്ടാകാനായിട്ടുള്ള ആ കാരണത്തിനെയാണ് നമ്മൾ വൈറോണുകൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരു ടേമാണ് ആന്റിവൈറിൻ. എന്താണ് ആന്റിവൈറിൻ എന്നാണ് നോക്കുന്നത്. ആന്റിവൈറിൻ എന്ന് പറഞ്ഞാൽ ആന്റിവെനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെനത്തിന് അല്ലെങ്കിൽ ആ പോയിസന് എഗെയിൻസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ആന്റിവൈറിൻ ആ വൈറസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ആന്റിവൈറിൻ. ഒരു പ്രത്യേക ആന്റിവൈറസ് പദാർത്ഥത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്കറിയാം ഇന്റർഫെറോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസ് ഒരു ജീവിക്കകത്ത് കയറി കഴിയുമ്പോൾ ആ ജീവിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് ഇന്റർഫെറോൺ, ആ വൈറസിനെ റിമൂവ് ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ ആന്റിവൈറിൻ എന്ന് പറയുന്നത് വൈറസ് അണുബാധ ഇല്ലാത്ത കൾച്ചേർഡ് കോശങ്ങളിൽ നിന്ന് സെൽ കൾച്ചർ ഒക്കെ വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആന്റിവൈറിൻ എന്ന് പറയുന്നത് എന്താണ്? അതിന് വൈറസിന്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ വൈറസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ഉള്ള കഴിവ് ഈ ആന്റിവൈറൻസിനുണ്ട്. അതാണ് പറയുന്നത് ഒരു വൈറൽ ഇൻഹിബിറ്ററി ഘടകമാണ് ആന്റിവൈറിൻ എന്ന് വിളിക്കുന്നത്. ദെൻ പ്രൈമറി കൾച്ചേർഡ് സെല്ലുകൾ, അതുപോലെ തന്നെ സ്ഥിരതയുള്ള സെൽ ലൈൻസ്, ഇങ്ങനെയുള്ള പലതരം കോശങ്ങളിൽ നിന്ന് നമുക്ക് ആന്റിവൈറൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ആന്റിവൈറൽ ഇന്റർഫെറോൺ ഇൻഡ്യൂസറുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എന്താ? ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് വൺസ് ആ ജീവി അല്ലെങ്കിൽ ആ കോശത്തിൽ വൈറസ് വന്നെങ്കിൽ മാത്രമാണ് ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യൂ. പക്ഷെ ആന്റിവൈറൽസ് അങ്ങനെയല്ല. അതുപോലെ ഇന്റർഫെറോണിന് കറക്റ്റ് ആയിട്ട് ഹോസ്റ്റ് സ്പെസിഫിസിറ്റി ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഇന്റർഫെറോൺസ് ഉണ്ട്. ഒരു സ്പെസിഫിക് വൈറസ് പാർട്ടിക്കിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്പെസിഫിക് ഇന്റർഫെറോൺസ് ആണ് ബോഡി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ആന്റിവൈറൽസ് അങ്ങനെയല്ല. അതിന് ജനറൽ ആയിട്ട് നമുക്ക് ആന്റിവൈറൽസിനെ വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടേം ഇന്റർഫെറോൺസ് എന്താണെന്നാണ് പറയുന്നത്. ഇന്റർഫെറോൺസ് എന്താ? പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞു. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്? വൈറസിന്. രോഗകാരികളായിട്ടുള്ള വൈറസ് ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇന്റർഫെറോൺസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇന്റർഫെറോൺസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആന്റിവൈറൽ ആക്ടിവിറ്റീസ് ഓർ ആന്റിവൈറൽ പ്രവർത്തനങ്ങൾ. അതായത് ഹോസ്റ്റ് സെല്ലുകളുടെ ഉള്ളിൽ വൈറലിന്റെ റിപ്ലിക്കേഷൻ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൺട്രോൾ, രോഗപ്രതിരോധ നിയന്ത്രണം, രോഗകാരികളെ തിരിച്ചറിയാനും അതുപോലെ ഇല്ലാതാക്കാനുള്ള പ്രതിരോധ കോശങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ചില ഇന്റർഫെറോൺസിന് ആന്റി ട്യൂമർ എഫക്ട്സ് ഉണ്ട്. ട്യൂമറുകളുടെ വളർച്ച തടയാനൊക്കെ ഉള്ള കപ്പാസിറ്റി ചില ഇന്റർഫെറോൺസിന് കാണുന്നുണ്ട്. ദെൻ നമുക്ക് ഓപ്ഷൻസിലുള്ള വേറൊരു ടേമാണ് ആന്റിജൻ. എന്താണ് ആന്റിജൻ എന്ന് പറയുന്നത്? ഫോറിൻ പാർട്ടിക്കിൾസ് അല്ല, നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന മറ്റു പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ആന്റിജൻ എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കാനുള്ള കപ്പാസിറ്റി. ഉത്തേജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വൺസ് ഒരു ഫോറിൻ ബോഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സെൽസ് ആക്ടിവേറ്റഡ് ആവും. ആരോ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ ബോഡിക്കകത്തെ അല്ല, സോ അതിന് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഇങ്ങനെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫോറിൻ സെൽസിനെയാണ് നമ്മൾ ആന്റിജൻസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ചില പാത്തോജൻസ് ആവാം, ലൈക്ക് വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെയുള്ള പാത്തോജൻസ് ആകാം. അതുപോലെ എന്തെങ്കിലും പോയിസൺസ്, അതുപോലെ പൂമ്പൊടി, ദെൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതൊക്കെ ആന്റിജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആന്റിജൻസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആന്റിജൻസിന് അതിന്റെ ഒറിജിൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഉത്ഭവം നോക്കിയിട്ട് എക്സോജീനസ്, എൻഡോജീനസ്, അതുപോലെ തന്നെ ഓട്ടോ ആന്റിജൻസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്സോജീനസ്, എൻഡോജീനസ് ആൻഡ് ഓട്ടോ ആന്റിജൻസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്സോജീനസ് ആന്റിജൻസ്, എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? പുറത്ത്. ബോഡിക്ക് പുറത്തു നിന്ന് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ജീവിയുടെ ബോഡിയുടെ പുറത്തു നിന്ന് വരുന്ന ആന്റിജൻസിനെയാണ് നമ്മൾ എക്സോജീനസ് ആന്റിജൻസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, വൈറസ്, പൂമ്പൊടി എന്നൊക്കെ പറയുന്നത്. അതുപോലെ പൊടി. ദെൻ എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശരീരത്തിനകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും ചില കോശ പ്രോട്ടീനുകള്, അതുപോലെ അണുബാധയുള്ള ചില കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസർ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അസാധാരണ പ്രോട്ടീൻ, ഇതൊക്കെ എൻഡോജീനസ് ആന്റിജൻസിന് എക്സാമ്പിൾ ആണ്. വേറൊരു ക്ലാസ് ആണ് ഓട്ടോ ആന്റിജൻസ്. ഓട്ടോ നമുക്കറിയാം, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓട്ടോ ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിനുള്ളിലെ ഓട്ടോ ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലെ ചില പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ആന്റിജൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലൊക്കെ വരുന്നത്. ശരീരം ആ ഒരു പ്രോട്ടീൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ്, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ കംപ്ലീറ്റ് നശിപ്പിച്ചു കളയും. ഇങ്ങനെ വരുന്ന ഡിസോർഡേഴ്സ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഇവിടെ ആൻസർ വൈറസ് ശരീരത്തിനകത്ത് വന്നു കഴിയുമ്പോൾ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇറ്റ് ഈസ് ഇന്റർഫെറോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചീസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവി. ഇതെല്ലാം നമ്മുടെ NCERT ടെക്സ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നത്, +1 +2 ടെക്സ്റ്റിൽ നിന്ന്. ഓക്കെ, ചീസ് ഉൽപാദനത്തിന് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക് +2 അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചീസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവി. ഓപ്ഷൻസ് നോക്കാം. സ്ട്രെപ്റ്റോകോക്കസ്, ലാക്ടോബാസിലസ്, A and B, അസറ്റോബാക്ടർ. ചീസ് ഉൽപാദനത്തിന് ഇവിടെ സ്ട്രെപ്റ്റോകോക്കസും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ലാക്ടോബാസിലസും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, A and B ആണ്. then ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് അസറ്റോബാക്ടർ വിനാഗിരി ഉണ്ടാക്കാനായിട്ട്, ഓക്കെ, വിനീഗർ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതാണ് അസറ്റോബാക്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ എഥനോളിനെ അസറ്റിക് ആസിഡ് ആക്കി മാറ്റും. എഥനോളിനെ, ഓക്കെ, എഥനോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കഹോൾ ആണ്. അതിനെ ഓക്സിജന്റെ പ്രസൻസിൽ
അസറ്റിക് ആസിഡ് ആക്കി മാറ്റുകയാണ് അസറ്റോബാക്ടർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ റൈസോപ്പസ് ലൈംഗിക പ്രത്യുൽപാദന വേളയിൽ ഏതുതരം ഗ്യാമീറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? റൈസോപ്പസ് എന്ന് പറയുന്നത് ലൈംഗിക സെക്ഷൽ റിപ്രൊഡക്ഷന്റെ സമയത്ത് ഏതുതരം ഗ്യാമീറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. അനൈസോഗാമീറ്റ്, ഐസോഗാമീറ്റ്, മാക്രോഗാമീറ്റ്, മൈക്രോഗാമീറ്റ്. ഗാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് വേണം അല്ലെ ബീജസങ്കലനം നടന്ന അല്ലെ. രണ്ട് ഗാമീറ്റ്സ് ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ബീജ സങ്കലനം എന്ന് വിളിക്കുന്നത്. ഇവിടെ ആ റൈസോപ്പസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ്, സെക്ഷൽ പ്രൊഡക്ഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് ഏത് ടൈപ്പ് ആണെന്ന്. അനൈസോ ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനൈസോ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഗ്യാമീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും, രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് അനൈസോ ഗ്യാമീറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഐസോ ഗ്യാമീറ്റ്സ് എന്ന രണ്ട് ഗ്യാമീറ്റ്സ് ഉണ്ടാവും, മെയിൽ ഓർ ഫീമെയിൽ ഓർ ദ പ്ലസ് ഓർ മൈനസ് ഗ്യാമീറ്റ്സ് ഉണ്ടാവും. ഇത് രണ്ടും സിമിലർ ആയിരിക്കും, കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, അതാണ് ഐസോ ഗ്യാമീറ്റ്സ് എന്ന് വിളിക്കുന്നത്. മാക്രോ ഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ മാക്രോ ആൻഡ് മൈക്രോ എന്ന് പറഞ്ഞാൽ ഡിസിമിലർ ഗ്യാമീറ്റ്സ് എന്ന് ചെറുതിനെ നമ്മൾ മൈക്രോ ഗ്യാമീറ്റ് എന്നും വലുതിനെ നമ്മൾ മാക്രോ ഗ്യാമീറ്റ് എന്നും വിളിക്കും. ആൻഡ് ഇൻ റൈസോപ്പസ് ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഐസോഗാമീറ്റ്. റൈസോപ്പസിൽ വരുന്ന ഗ്യാമീറ്റുകൾ രണ്ടും ഒരുപോലെ ഇരിക്കും, അതുകൊണ്ട് അതിന് നമ്മൾ ഐസോഗാമീറ്റ്സ് എന്ന് വിളിക്കും. പിക്ചറിലോട്ട് നോക്കാം, കണ്ടോ? ക്ലാഡോഫോറ, ഇത് ഐസോഗാമീറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഗാമീറ്റ്സ് രണ്ടും ഒരുപോലെ ഇരിക്കും. ഇവിടെ വരുമ്പോഴോ ഫീമെയിൽ ഗാമീറ്റ് ആൻഡ് മെയിൽ ഗാമീറ്റ്സ് ദേ ആർ അനൈസോ ഓർ ഹെട്രോഗാമീറ്റ്സ് ആണ് അല്ലെ, രണ്ടും ഡിഫറെന്റ് ആണ്. ദെൻ ഇതിൽ ലാർജിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ലാർജ് ഗാമീറ്റിന് നമുക്ക് മാക്രോ എന്നും ചെറുതിന് നമുക്ക് മൈക്രോ ഗാമീറ്റ് എന്നൊക്കെ വിളിക്കാനായിട്ട് പറ്റും. ഇതും ഹെട്രോഗാമീറ്റിന് എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് എ ഹെട്രോഗാമീറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈക്കനുകളിൽ സാധാരണയായി കാണപ്പെടുന്ന പായൽ ഓർ ആൽഗ വർഗം. ലൈക്കൻസ്. ഓക്കെ, ഓപ്ഷൻസ്: ചുവപ്പ് ആൽഗ, ബി നീലഹരിത ആൽഗ, ഹരിത ആൽഗ, ബി ആൻഡ് സി. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ഫംഗസും ആൽഗകളും അല്ലെങ്കിൽ സൈനോബാക്ടീരിയ അല്ലെ, ഫംഗസും ആൽഗകളും അതോ ബ്ലൂ ഗ്രീൻ ആൽഗ ആയിട്ടുള്ള സഹജീവി ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലൈക്കൺസ് എന്ന് വിളിക്കുന്നത്. ലൈക്കൺസ്. ഓക്കെ, ഇവിടെ ലൈക്കണിൽ കാണപ്പെടുന്ന ആൽഗ വർഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതായിരിക്കും? ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത് ഹരിത ആൽഗ എന്ന് പറയുന്നത്. ഏതാണ്? ഹരിത ആൽഗ. ഓക്കെ, ഈ ആൽഗകളെ പ്രകാശ സംശ്ലേഷണ പങ്കാളികൾ അഥവാ ഫോട്ടോ ബയോണ്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ കാണപ്പെടുന്ന ഈ ഹരിത ആൽഗ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫോട്ടോ ബയോണ്ടുകൾ അഥവാ പ്രകാശ സംശ്ലേഷണ പങ്കാളികൾ അല്ലെ. ലൈക്കണിൽ ഫഞ്ചയ്ക്ക് ഫോട്ടോസിന്തസിസ് പറ്റുമോ? ഇല്ല. പക്ഷേ ഫോട്ടോസിന്തസിസിന് ലൈക്കനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് പാർട്ട്ണറാണ്? അവിടെ ആൽഗൽ പാർട്ട്ണറാണ്, ഫംഗയ്ക്ക് പറ്റില്ല. സോ അതുകൊണ്ടാണ് ആൽഗൽ പാർട്ട്ണറെ ഫോട്ടോബയോൺസ് അഥവാ പ്രകാശ സംശ്ലേഷണ പങ്കാളികൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുമിൾനാശിനിയായ ബോർഡോക്സ് മിശ്രിതത്തിലെ ബോർഡോക്സ് എന്തിനെ കുറിക്കുന്നു? കുമിൾനാശിനി അല്ലെ, ബോർഡോ മിശ്രിതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബോർഡോക്സ് മിശ്രിതത്തിലെ ബോർഡോക്സ് എന്തിനെ കാണിക്കുന്നു? ഓപ്ഷൻസ്: രാസവസ്തു, ശാസ്ത്രനാമം, സ്ഥൂലനാമം, ഇതൊന്നുമല്ല. ആക്ച്വലി ബോർഡോക്സ് മിശ്രിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റും അതുപോലെ തന്നെ ചുണ്ണാമ്പും ചേർന്നിട്ടാണ്. കോപ്പർ സൾഫേറ്റും ചുണ്ണാമ്പും ചേർന്നിട്ടാണ് ബോർഡോക്സ് മിശ്രിതം ഫോം ചെയ്യുന്നത്. ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലേറ്റ് ലൈം അല്ലെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH ആണ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സോ രാസവസ്തുവും ശാസ്ത്രനാമം ഒന്നുമല്ല. എന്നാൽ ഈ ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ലണ്ടനിലെ ബോർഡിയാക്സ് റീജിയനിലെ മുന്തിരി കർഷകരാണ് ഈ ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചത്. സോ എവിടെ നിന്നാണ് കുമിൾനാശിനിയായ ബോർഡോക്സ് മിശ്രിതത്തിലെ ബോർഡോക്സ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? സ്ഥലനാമം. കേട്ടോ, സ്ഥൂലനാമം അല്ല, സ്ഥലനാമത്തിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബോർഡോക്സ് മിശ്രിതം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? കോപ്പർ സൾഫേറ്റും ചുണ്ണാമ്പും. ചുണ്ണാമ്പ് എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എവിടെയാണ്? ബോർഡോക്സ് റീജിയൻ ഓഫ് ഫ്രാൻസ്. അവിടുത്തെ മുന്തിരി കർഷകരാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അതിലെ ബോർഡോക്സ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? ആ സ്ഥലത്തിനെയാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങൾ. സസ്യങ്ങളിൽ ഇപ്പൊ ഒരു അണുബാധ ഉണ്ടായെന്ന് വിചാരിക്കാം, ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ സസ്യം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് കെമിക്കൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ? ഓപ്ഷൻസ് നോക്കാം. ഫൈറ്റോടോറിൻ, ഫൈറ്റോ അലക്സിൻ, ഫൈറ്റോ കെമിക്കൽ ആൻഡ് ഫൈറ്റോടോറിൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫൈറ്റോ അലക്സിൻ, ഫൈറ്റോ അലക്സിൻ, ഫൈറ്റോ അലക്സിൻ. നമുക്ക് ആ ടേംസ് നോക്കാം. എന്താണ് ഫൈറ്റോ അലക്സിൻസ് ആൻഡ് ഫൈറ്റോ കെമിക്കൽസ്? ഫൈറ്റോ അലക്സിൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇതുപോലെയുള്ള പാത്തോജൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടാവുക എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കളെയാണ് ഫൈറ്റോ അലക്സിൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫൈറ്റോ അലക്സിനുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് ഫൈറ്റോ അലക്സിൻസ് എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മജീവികളുടെ ആക്രമണം പോലുള്ള സമ്മർദ്ദത്തിന് പ്രതികരണമായി സസ്യങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങളാണ് ഫൈറ്റോ അലക്സിനുകൾ. ബാക്ടീരിയ, ഫംഗസ്, നെമാറ്റോഡുകൾ, പ്രാണികൾ എന്നിവയ്ക്കെതിരെ അവയ്ക്ക് ആന്റി മൈക്രോബിയൽ പ്രവർത്തനമുണ്ട്. ഈ ഫൈറ്റോ അലക്സിൻസിന് അതിലോട്ട് പ്ലാന്റിലോട്ട് എത്തിയിരിക്കുന്ന ബാക്ടീരിയ, അതുപോലെ ഫംഗസ്, നെമാറ്റോഡ്, പ്രാണികൾ ഇതിനെയൊക്കെ നശിപ്പിച്ചു കളയാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. മാത്രമല്ല ചില കേസസിൽ ഇത് മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും വരെ വിഷാംശം ഉണ്ടാക്കാം. ഇതിന് എക്സാമ്പിൾസ് ആണ്, ഫൈറ്റോ അലക്സിന് എക്സാമ്പിൾ ആണ് മോമിലാക്ടോണുകൾ, ഓക്സിലൻസിസ്, ഫൈറ്റോകാസിനസ്, സക്യുറനേറ്റിൻ, കൗറലെക്സിൻസ് ആൻഡ് സെലക്സിൻസ്. ഇതൊക്കെ ഫൈറ്റോ അലക്സിൻസിന് എക്സാമ്പിൾ ആണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രകൃതിദത്ത സാധനങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങളാണ് ഫൈറ്റോ അലക്സിൻസ്. ഇനി മറ്റേ എക്സാമ്പിൾ ആണ് കാപ്സിഡിയോൾ. കാപ്സിഡിയോൾ എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് ചെടിയാണ്. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ കുരുമുളക് ചെടി, നമ്മുടെ പെപ്പർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈറ്റോ അലക്സിൻ ആണ് കാപ്സിഡിയോൾ. അതുപോലെ കോട്ടൺ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗോസിപ്പോൾ. ആൻഡ് സൊളനേസിയെ, വഴുതനയുടെ ഒക്കെ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റിഷിറ്റിൻ. ഇനി വേറൊരു ടേം ഇതിൽ നോക്കാനുള്ളത് ഫൈറ്റോ കെമിക്കൽസ്. നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ പ്ലാന്റ്സിലൊക്കെ കാണുന്ന സാധാരണ രീതിയിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസസിനെയാണ് ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുന്നത്. അതായത് ആ ചെടിയുടെ മണം, അതുപോലെ നിറം, രോഗപ്രതിരോധം ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫൈറ്റോ കെമിക്കൽസ് ആയിരിക്കും. അതില് മനുഷ്യന് പ്രത്യേകിച്ച് ഗുണമുള്ള പോഷകങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ കാണുമായിരിക്കും എന്നാണ് പറയുന്നത്. ഫൈറ്റോ കെമിക്കൽസിന് എക്സാമ്പിൾ ആണ് ആന്തോസയാനിൻസ്, കെരോട്ടിനോയിഡ്സ്, അതുപോലെ ഫ്ലാവനോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രയോഫൈറ്റുകളെ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് വിളിക്കുവാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ സസ്യലോകത്തെ ഉഭയജീവികൾ, അതായത് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. വെള്ളത്തിലും കരയിലും കാണപ്പെടുന്നത് കൊണ്ട്, ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് കൊണ്ട്, ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമായിട്ടുള്ളതിനാൽ, കരയിൽ ജീവിക്കുവാൻ ആദ്യമായി അനുകൂലനങ്ങൾ രൂപപ്പെട്ടതിനാൽ. എന്തുകൊണ്ടായിരിക്കും ബ്രയോഫൈറ്റ്സിനെ സസ്യലോകത്തിലെ ഉഭയജീവികൾ അഥവാ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? നോർമലി ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് കരയിലായിരിക്കും ജീവിക്കുക, പക്ഷേ ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ അല്ലെങ്കിൽ പുനരുൽപാദനത്തിന് അവർക്ക് വെള്ളം ആവശ്യമാണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി. അതുകൊണ്ടാണ് ബ്രയോഫൈറ്റുകളെ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫ്യൂണേറിയയിൽ ആസ്യാരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. ഫ്യൂണേറിയ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് മോസ് ആണ്. ഓക്കെ, ഇതില് ആസ്യാരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൊമാറ്റ എവിടെയാണ് കാണപ്പെടുന്നതെന്ന്? ഇല, തണ്ട്, ക്യാപ്സ്യൂൾ എ ആൻഡ് ബി. എവിടെയാണ്? ഈ ക്യാപ്സ്യൂൾ റീജിയനിലാണ് ഫ്യൂണേറിയയില് ആസ്യാരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലാജിനലയുടെ ഭ്രൂണത്തിൽ എത്ര ബീജപത്രങ്ങൾ ഉണ്ട്? സെലാജിനലയിൽ എത്ര കോട്ടിലീഡൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പഠിക്കാൻ എളുപ്പം എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെലാജിനലയുടെ ഫാമിലി എന്ന് പറയുന്നത് ലൈക്കോപ്പോ ഡയോപ്സിഡയാണ്. ലൈക്കോപ്പോഡയോപ്സിഡയാണ് സെലാജിനല വരുന്ന ക്ലാസ് എന്ന് പറയുന്നത്. ഈ ലൈക്കോപ്പോഡിയോപ്സിഡ എന്ന് പറയുന്നത്, ലൈക്കോപ്പോഡിയോപ്സിഡ അല്ലെങ്കിൽ ഡയോപ്സിഡ വിഭാഗം എന്ന് നോക്കിക്കഴിഞ്ഞാൽ
അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ 2 കോട്ടിലിഡൻസ് എപ്പോഴും കാണും. ഇവിടെ ആൻസർ എത്രയാണ്? 2 ഓപ്ഷൻ ബി. ഭ്രൂണത്തിൽ 2 കോട്ടിലോഡനുകൾ ഉള്ളതിന്റെ സവിശേഷതയാണ് ലൈക്കോപോഡയോപ്സിറ വിഭാഗത്തിൽപ്പെടുന്ന സെലാജിനെല്ല. Development of 2 cotyledons is a shared characteristic of all plants in this class. ഈ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇതിലെല്ലാത്തിലും 2 കോട്ടിലിഡൻസ് കാണാനായിട്ട് പറ്റും. ക്ലാസ് ലൈക്കോപോഡയോപ്സിഡയിൽ വരുന്ന മറ്റു മെമ്പേഴ്സ് ആണ് ക്ലബ് മോസസ്. ക്ലബ് മോസസിന്റെ വേറൊരു പേരാണ് ലൈക്കോപോഡിയൽസ്. ക്ലബ് മോസസ് അഥവാ ലൈക്കോപോഡിയൽസ്. ദെൻ ക്വിൽവേർഡ്സ് അതിനെ ഐസോറ്റെയിൽസ് എന്ന് വിളിക്കാം. ക്വിൽവേർഡ്സ് ഓർ ഐസോറ്റെയിൽസ്. ദെൻ സ്പൈക്ക് മോസസ് വിഭാഗത്തിലാണ് സെലാജിനെല്ലസ് വരുന്നത്. സ്പൈക്ക് മോസസ് ആണ് സെലാജിനെല്ല ഒക്കെ വരുന്നത്. നെക്സ്റ്റ് വൺ, ആക്ടിനോസ്റ്റീൽ എന്തിന്റെ പരിണാമമാണ്? ആക്ടിനോസ്റ്റീൽ എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്? ആക്ടിനോസ്റ്റീൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് വാസ്കുലാർ ടിഷ്യൂ ആണ്. സോ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂ എന്നാണ് ആക്ടിനോസ്റ്റീൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രിമിറ്റീവ് വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്രോട്ടോസ്റ്റീൽ. സോ ആൻസർ എന്ന് പറയുന്നത് സി പ്രോട്ടോസ്റ്റീൽ. ആക്ടിനോസ്റ്റീൽ എന്ന് പറയുന്നത് പ്രോട്ടോസ്റ്റീൽ പരിണമിച്ച് ഫോം ചെയ്തിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാഗോപാം എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് സാഗോപാം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ഈന്ത്, കരിമ്പന, ചൂണ്ടപ്പന, ഈന്തപ്പന. സാഗോപാം എന്ന് പറയുന്നത് ഈന്തിനെയാണ്. ഓക്കെ, ഈന്താണ് ഓപ്ഷൻ എ. ഈന്താണ് സാഗോപാം എന്നറിയപ്പെടുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം ആണ് സൈക്കസ് റെവല്യൂട്ട. ഈന്തിന്റെ സയന്റിഫിക് നെയിം ആണ് സൈക്കസ് റെവല്യൂട്ട. ഇതാണ് സാഗോപാം എന്ന് അറിയപ്പെടുന്നത്. സാഗോപാം. നെക്സ്റ്റ് കരിമ്പന. കരിമ്പന എന്ന് പറയുന്നത് ഏഷ്യൻ പമൈറ പാം. ഇതാണ് ഏഷ്യൻ പമൈറ പാം എന്നാണ് കരിമ്പന അറിയപ്പെടുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം ബൊറാസസ് ഫ്ലാബിലിഫർ. ഇതാണ് ബൊറാസസ് ഫ്ലാബിലിഫർ ആണ് കരിമ്പനയുടെ സയന്റിഫിക് നെയിം. നെക്സ്റ്റ് ചൂണ്ടപ്പന. ചൂണ്ടപ്പന എന്ന് പറയുന്നത് എലഫന്റ്സ് പാം അല്ലെങ്കിൽ ടോഡി പാം എന്നൊക്കെ അറിയപ്പെടുന്നത് ചൂണ്ടപ്പനയാണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കാരിയോട്ട യൂറൻസ്. കാരിയോട്ട യൂറൻസ്. ഈന്തപ്പന എന്ന് പറയുന്നത് നോർമൽ ഡേറ്റ് പാംസ് ആണ്. അതിന്റെ സയന്റിഫിക് നെയിം ഫീനിക്സ് ഡാക്ടിലിഫെറ. ഫീനിക്സ് ഡാക്ടിലിഫെറ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ സാഗോപാം ആണ്. സാഗോപാം എന്നറിയപ്പെടുന്നത് സൈക്കസ് റെവല്യൂട്ട എന്ന സയന്റിഫിക് നെയിം ഉള്ള ഈന്ത്. നോക്ക, ഈ കാണുന്നതാണ് ഈന്ത് എന്ന് പറയുന്നത് സൈക്കസ് റെവല്യൂട്ട. ദെൻ ഇത് ഏഷ്യൻ പമൈറ പാം ഓർ ദ ഷുഗർ പാം കരിമ്പന എന്ന് പറയുന്നത്. ദെൻ ചൂണ്ടപ്പന ഓർ ദ ടോഡി പാം കരിയോട്ട യൂറൻസ്. ആൻഡ് ഇത് എന്ന് പറയുന്നത് ഈന്തപ്പന. അടുത്ത ക്വസ്റ്റ്യൻ, നഗ്നബീജ സസ്യങ്ങളിലെ ഫ്ലോയം സപുഷ്പികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? നഗ്നബീജ സസ്യങ്ങൾ അല്ലെ, നഗ്നബീജ സസ്യങ്ങളും സപുഷ്പികളും. നഗ്നബീജ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ജിംനോസ്പേംസ്. ജിംനോസ്പേംസിനെയാണ് നഗ്നബീജ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. സപുഷ്പികൾ എന്ന് പറയുന്നത് ഏതാണ്? ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിനെയാണ് നമ്മൾ സപുഷ്പികൾ എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലോയത്തിന് എങ്ങനെയാണ് ജിംനോസ്പേമിന്റെ ഫ്ലോയം ആൻജിയോസ്പേമിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വാസ്കുലാർ ടിഷ്യൂ അല്ലെ. ഫ്ലോയം അതുപോലെ സൈലം എന്ന് പറയുന്നത് വാസ്കുലാർ ടിഷ്യൂസ് ആണ്. നമുക്ക് രണ്ടിന്റെയും ഡിഫറൻസ് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് ആദ്യം നോക്കുക. സീവ് ട്യൂബ് കോശങ്ങളുടെ അഭാവം, സ്ക്ലീറൻകൈമ കോശങ്ങളുടെ അഭാവം, പാരൻകൈമ കോശങ്ങളുടെ അഭാവം. ഓക്കെ, ഇവിടെ ജിംനോസ്പേം എടുത്തു കഴിഞ്ഞാൽ, ജിംനോസ്പേം എന്ന് പറയുന്നത് ഏതാണ്? നഗ്നബീജ സസ്യങ്ങളാണ് ജിംനോസ്പേം. ഇവരുടെ സൈലത്തില് വെസൽസ് ഇല്ല. അവരുടെ സൈലത്തിൽ എന്തില്ല? വെസൽസ് ഇല്ല. പക്ഷെ ആൻജിയോസ്പേമിന്റെ സൈലത്തില് വെസൽസ് ഉണ്ട്. ദെൻ ഫ്ലോയം നോക്കിക്കഴിഞ്ഞാൽ ജിംനോസ്പേംസിന്റെ ഫ്ലോയത്തില് കമ്പാനിയൻ സെൽസ് ഇല്ല. ജിംനോസ്പേമുകളുടെ ഫ്ലോയത്തിൽ എന്തില്ല? കമ്പാനിയൻ സെൽസ് ഇല്ല. അതേസമയം ആൻജിയോസ്പേമുകളില് കമ്പാനിയൻ സെൽസ് ഉണ്ട്. സോ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ഡി, കമ്പാനിയൻ കോശങ്ങളുടെ അഭാവം. നഗ്നബീജ സസ്യങ്ങളിലെ ഫ്ലോയം സപുഷ്പികളിൽ നിന്നും വ്യത്യാസമാകുന്നത് എങ്ങനെയാണ്? ബൈ കമ്പാനിയൻ കോശങ്ങളുടെ അഭാവം മൂലം. ഇതൊരു ടേബിൾ ആണ്. ആൻജിയോസ്പേംസും ജിംനോസ്പേംസും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്നബീജ സസ്യങ്ങൾ, പൂക്കാത്ത ചെടികളിൽ നിന്നും ഒരു വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്.
ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ വിത്ത് പൂവിടുന്ന സസ്യങ്ങളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. then ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ജീവിതചക്രം ഓരോ ടേമിനനുസരിച്ചാണ്. അതായത് എപ്പോഴും കാ ഉണ്ടാവണമെന്നില്ല. ജിംനോസ്പേംസ് എന്ന് പറയുന്നത് ചെടികൾ നിത്യഹരിതമാണ്. ഓക്കെ, then ഇലകളുടെ ഷേപ്പ്, അതിന്റെ വുഡ് ടൈപ്പ്, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ലിവിങ് ഫോസിൽസ് അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് ലിവിങ് ഫോസിൽസ്. ലിവിങ് ഫോസിൽസ് ആയിട്ടുള്ള സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? നോർമലി ലിവിങ് ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതിന് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതിന്റെ സ്ട്രക്ചർ ഒക്കെ പ്രിമിറ്റീവ് ടൈപ്പ് തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ലിവിങ് ഫോസിൽസ് എന്ന്. വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും വന്ന് കാണില്ല, പ്രിമിറ്റീവ് ടൈപ്പ് പോലെ തന്നെ ഇപ്പോഴും കാണപ്പെടുന്നു. അതാണ് ലിവിങ് ഫോസിൽസ് അല്ലെങ്കിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എണ്ണത്തിൽ വളരെ കുറവായത് ആണോ? അല്ല. വംശനാശം നേരിടുന്നത്? അല്ല. കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്തത്? എയും ബിയും അല്ല എന്ന് പറഞ്ഞു, സോ ഓപ്ഷൻ ബി വേണ്ട. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്തത്. then example for living fossils of plants. പ്ലാന്റ്സിൽ വരുന്ന അല്ലെങ്കിൽ സസ്യങ്ങളിൽ കാണുന്ന ലിവിങ് ഫോസിലിന് വരുന്ന എക്സാമ്പിൾ ആണ് ജിങ്കോ ബിലോബ. ഇതാണ് ജിങ്കോ ബിലോബ. അതാണ് മെയ്ഡൻ ഹെയർ ട്രീ എന്നറിയപ്പെടുന്നത്. ജിങ്കോ ബിലോബ അതിനെങ്ങനെയും അറിയപ്പെടുന്നു? മെയ്ഡൻ ഹെയർ ട്രീ. അതുപോലെ വൊളീമിയ നൊബിലിസ് ഓർ ദ വൊലേമി പൈൻ. വൊളീമിയ നൊബിലിസ് ഓർ വൊലേമി പൈൻ, ഇത് രണ്ടും ഏതിന് എക്സാമ്പിൾ ആണ്? സസ്യങ്ങളിൽ കാണപ്പെടുന്ന ലിവിങ് ഫോസിലിന് എക്സാമ്പിൾ ആണ്. ജിങ്കോ ബിലോബ ഓർ ദ മെയ്ഡൻ ഹെയർ ട്രീ, അതുപോലെ വൊളീമിയ നൊബിലിസ് ഓർ ദ വൊലേമി പൈൻ. ഇതാണ് ജിങ്കോ ബിലോബ, ഈ ഫസ്റ്റ് പിക്ചർ. നെക്സ്റ്റ് വൊളീമിയ നൊബിലിസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമുഖത്ത് നിന്ന് ഇന്ന് ലഭ്യമായിട്ടുള്ള സസ്യ ഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോസിൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ചിലപ്പോ വല്ല പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ വല്ല ഗമ്മിന്റെ ഉള്ളില് പെട്ടുപോകും, അങ്ങനെ ഫോസിലായിട്ട് കിട്ടും, ഒന്നും സംഭവിക്കാതെ. ചിലതിൽ മോൾഡഡ് ഫോംസ് ഉണ്ടാവും, കാസ്റ്റ് ഫോംസ് ഉണ്ട്, ഇംപ്രഷൻ ഫോംസ് ഉണ്ട്. ഇതാണ് ഇംപ്രഷൻ ടൈപ്സ് എന്നൊക്കെ പറയുന്നത്. സസ്യ ഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽ പെടുന്നവയാണെന്നുള്ള ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ഇംപ്രഷൻ. ഓപ്ഷൻ സി, ഇംപ്രഷൻ ടൈപ്പ് ആണ് കൂടുതലായി. ഇതാണ് ഇംപ്രഷൻ. അതിന്റെ ഒരു കോപ്പി പോലെ അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോസിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. പെട്രിഫൈഡ് ഫോസിൽസ്, അതുപോലെ മോൾസ് ആൻഡ് കാസ്റ്റിൽ കാണപ്പെടുന്നത്, കാർബൺ ഫിലിംസ് ഉണ്ടാവും, പ്രിസർവ്ഡ് റിമൈൻസ്, ട്രേസ് ഫോസിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുക്കുർബിറ്റേസി സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? കുക്കുർബിറ്റേസി അല്ലെ, കുക്കുംബർ ഒക്കെ വരുന്നത്, അതുപോലെ വെള്ളരി അല്ലെ, വെള്ളരിയൊക്കെ വരുന്നതാണ് കുക്കുർബിറ്റേസി എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ കേസരങ്ങൾ, ആന്തറിന്റെ അല്ലെങ്കിൽ സ്റ്റേമന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിഞ്ചനീഷ്യസ്, സനാൻഡ്രസ്, മൊണാഡൽഫസ് ആൻഡ് പോളി അഡൽഫസ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സൈനാൻഡ്രസ് ടൈപ്പ് ആണ് കുക്കുർബിറ്റേസിയിൽ കാണാനായിട്ട് പറ്റുക. നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. അപ്പൊ സ്റ്റേമന്റെ ബേസിസിൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് ഫ്ലവേഴ്സിൽ. ഫസ്റ്റ് വൺ ഈസ് പോളിയാൻഡ്രസ്. പോളിയാൻഡ്രസ് ഫ്ലവേഴ്സിനെ ഈ കാണിച്ചിരിക്കുന്നതാണ് പോളിയാൻഡ്രസ് ഫ്ലവേഴ്സ്. നമുക്കറിയാം സ്റ്റേമൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് രണ്ട് റീജിയൻ ഉണ്ട്, ആന്തറുള്ള റീജിയനും ഉണ്ട്, അതുപോലെ തന്നെ ഫിലമെന്റും ഉണ്ട്. ആന്തറും ഉണ്ട്, ഫിലമെന്റും ഉണ്ട്. ഈ ആന്തേഴ്സും ഫിലമെന്റ്സും ഒരുപോലെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിയാൻഡ്രസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, കണ്ടോ, അതിന്റെ ഫിലമെന്റ്സും ഫ്രീ ആണ്, ആന്തേഴ്സും ഫ്രീ ആണ്. ഇതാണ് പോളിയാൻഡ്രസ് ടൈപ്പ്. ഇത് കാണപ്പെടുന്നത് താമര, റോസ് തുടങ്ങിയ ചെടികളിലാണ്. പോളിയാൻഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിലമെന്റുകൾ സംയോജിപ്പിച്ചിട്ടില്ല, അവ സ്വതന്ത്രമാണ്. നെക്സ്റ്റ് കാറ്റഗറി മൊണാഡൽഫസ്. മൊണാഡൽഫസ് കാണുന്നത് ചൈന റോസിലൊക്കെയാണ്. ഇവിടെ നോക്കുക, ഇതാണ് മൊണാഡൽഫസ്. മൊണാഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആന്തേഴ്സ് ഫ്രീ ആയിരിക്കും, ആന്തറുകൾ സ്വതന്ത്രമായിരിക്കും, പക്ഷെ ഫിലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഫിലമെന്റ്സ് ജോയിൻ ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. നെക്സ്റ്റ് ഡൈഡൽഫസ്. ഡൈഡൽഫസിലും എങ്ങനെയാണ്? ആന്തേഴ്സ് ഫ്രീ ആണ്, പക്ഷെ ഫിലമെന്റ്സ് രണ്ട് ഗ്രൂപ്പായിട്ട് ഫ്യൂസ് ചെയ്തിട്ട്, ഫ്യൂസ്ഡ് ഫിലമെന്റ്സും പിന്നെ വേറൊന്നുമായിട്ട് ഇങ്ങനെ രണ്ടായിട്ടായിരിക്കും നമുക്ക് ഫിലമെന്റ്സ് കാണാനായിട്ട് പറ്റുക, രണ്ട് ഗ്രൂപ്പായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡയാഡൽഫസ്. മൊണാഡൽഫസ് എന്ന് പറഞ്ഞതാണ് ആന്തേഴ്സ് ഫ്രീ ആണ്, പക്ഷെ ഫിലമെന്റ്സ് കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ്. ഡയാഡൽഫസ് എന്ന് പറഞ്ഞാൽ ആന്തേഴ്സ് ഫ്രീ ആണ്, പക്ഷെ ഫിലമെന്റ്സ് രണ്ട് ഗ്രൂപ്പായിട്ടായിരിക്കും
കാണാനായിട്ട് പറ്റുക ഫ്യൂസ് ചെയ്ത്. ദെൻ പോളിയാഡൽഫസ്. പോളിഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെയും ആന്തേഴ്സ് ഫ്രീ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ 2 ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മെനി ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഫിലമെന്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റുക. അതിന് എക്സാമ്പിൾ ആണ് സിട്രസ് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് സിഞ്ചനീഷ്യസ് ആൻഡ് സിനാൻഡ്രസ്. സിഞ്ചനീഷ്യസ് നോക്കുക. സിഞ്ചനീഷ്യസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്താണ്? ഇവിടെ ഫിലമെന്റ്സ് ഫ്രീ ആണ്, ഫിലമെന്റ്സ് സ്വതന്ത്രമാണ്, പക്ഷേങ്കിൽ ആന്തർ ഫ്യൂസ് ചെയ്ത് കാണും. ഇതാണ് ജമന്തിയിലും സൂര്യകാന്തിയിലും ഒക്കെ കാണുന്നത്. ദെൻ സിനാൻഡ്രസ്. സിനാൻഡ്രസ് ആണ് കുക്കുർബിറ്റേസിയയിൽ എന്ന് പറഞ്ഞു. ഇവിടെ സിനാൻഡ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആന്തറും ഫ്യൂസ്ഡ് ആണ്, ഫിലമെന്റും ഒന്നിച്ചു ചേർന്നായിരിക്കും കാണാനായിട്ട് പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ചക്കച്ചുള സസ്യശാസ്ത്രപരമായി എന്താണ്? ചക്കച്ചുള എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എ അണ്ഡാശയ ഭിത്തി, ബി വിത്ത് കവചം, ദെൻ ദളവിതളങ്ങൾ ഭ്രൂണസഞ്ചി. ചക്കയില് നമ്മൾ കഴിക്കുന്ന ആ മാംസളായിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ചക്കച്ചുള എന്ന് പറയുന്നത്. അത് പെരിയാന്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. പെരിയാന്ത് ഡെവലപ്പ് ചെയ്താണ് ചക്കച്ചുള ഫോം ചെയ്തേക്കുന്നത്. പെരിയാന്ത് എന്ന് പറഞ്ഞപ്പോ എന്താണ്? പ്രത്യുൽപാദന അവയവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പുഷ്പത്തിന്റെ വിതളങ്ങളും ദളങ്ങളും ആണ് പെരിയാന്തിൽ വരിക. പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വരുന്ന ദളങ്ങളും വിതളങ്ങളും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദളവിതളങ്ങളിൽ നിന്നാണ് ചക്കച്ചുള അല്ലെങ്കിൽ പെരിയാന്തിൽ നിന്നാണ് ചക്കച്ചുള ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ട് ബന്ധം, ഹുക്കർ എന്നീ ശാസ്ത്രജ്ഞന്മാർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം. ഹിസ്റ്റോറിയ പ്ലാന്റേറം, ജനറ പ്ലാന്റേറം, സ്പീഷീസ് പ്ലാന്റേറം ആൻഡ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇവിടെ ബന്ധം ആൻഡ് ഹുക്കർ സസ്യവർഗീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ബുക്കാണ് ജനറ പ്ലാന്റേറം. ഓപ്ഷൻ ബി, ജനറ പ്ലാന്റേറം. ഇനി നമുക്ക് നോക്കാം ഹിസ്റ്റോറിയ പ്ലാന്റേറം. ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന് പറയുന്നത് തിയോഫ്രാറ്റസ് എഴുതിയൊരു ബുക്കാണ്. ഹിസ്റ്റോറിയ പ്ലാന്റേറം. അതിന്റെ മീനിങ് തന്നെ എൻക്വയറി ഇൻടു പ്ലാന്റ്സ്. എൻക്വയറി ഇൻടു പ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എഴുതിയത് തിയോഫ്രാറ്റസ്. നെക്സ്റ്റ് സ്പീഷീസ് പ്ലാന്റേറം ആൻഡ് ജനറ പ്ലാന്റേറം. ബന്ധം ആൻഡ് ഹുക്കർ എഴുതിയത് സസ്യത്തിന്റെ വർഗീകരണവുമായി ബന്ധപ്പെട്ട്. അത് കൂടാതെ കാൾ ലിനേയസും ജനറ പ്ലാന്റേറം എന്ന് പറഞ്ഞൊരു ബുക്ക് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ കാൾ ലിനേയസിന്റെ വേറൊരു ബുക്കാണ് സ്പീഷീസ് പ്ലാന്റേറം. കാൾ ലിനേയസിന്റെ 2 ബുക്കുണ്ട്, ജനറ ആൻഡ് സ്പീഷീസ് പ്ലാന്റേറം. ഇവിടെ സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ടെന്ന് എടുത്തു ചോദിച്ചതുകൊണ്ട് ആരെഴുതിയിരിക്കുന്നതാണ്? ബന്ധം ആൻഡ് ഹുക്കറിന്റെ ബുക്കാണ് ജനറ പ്ലാന്റേറം. ദെൻ സ്പീഷീസ് പ്ലാന്റേറം എന്ന് പറയുന്നതും കാൾ ലിനേയസിന്റെയാണ്. അതുകൊണ്ട് തന്നെ കാൾ ലിനേയസ് അറിയപ്പെടുന്നത് ആധുനിക ടാക്സോണമിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇറ്റ് ഈസ് കാൾ ലിനേയസ്. ദെൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് അഥവാ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ചാൾസ് ഡാർവിൻ എവല്യൂഷന്റെ ബേസിസിൽ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് അഥവാ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പിഗൈനസ് അണ്ഡാശയം താഴെ പറയുന്നവയിൽ ഏത് സസ്യ കുടുംബത്തിലാണ് കാണപ്പെടുന്നത്? അണ്ഡാശയത്തിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓവറിയുടെ പൊസിഷൻ അനുസരിച്ചിട്ട് പൂക്കളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? അണ്ഡാശയത്തിന്റെ അഥവാ ഓവറിയുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് പുഷ്പങ്ങളെ അല്ലെങ്കിൽ പൂക്കളെ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ, എപ്പിഗൈനസ് അണ്ഡാശയം താഴെ പറയുന്നവയിൽ ഏത് സസ്യ കുടുംബത്തിൽ കാണപ്പെടുന്നു? ആസ്ട്രേസി, റൂബിയേസി, അപ്പോസൈനേസി എ ആൻഡ് ബി. ഇവിടെ ആസ്ട്രേസി ആൻഡ് റൂബിയേസി. ആസ്ട്രേസി എന്ന് പറഞ്ഞാൽ ജമന്തി ഒക്കെ വരുന്നത്, അതുപോലെ ഇതാണ് ജമന്തി. ഓക്കെ, പിക്ചർ കാണിച്ചിരിക്കുന്നത്. ദെൻ റൂബിയേസി ചെത്തിയൊക്കെ വരുന്നത്. ഇതിൽ രണ്ടിലും എപ്പിഗൈനസ് അണ്ഡാശയമാണ്. എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഗൈനസ്. ഇവിടെ നോക്കുക, എന്താ സംഭവിച്ചിരിക്കുന്നത്? എപ്പിഗൈനസില് ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ബിലോ ദ അതർ വേൾഡ്സ് അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന്റെ ബാക്കി പാർട്ടിൽ നിന്നും താഴെയായിട്ടാണ് എന്ത് കാണാനായിട്ട് പറ്റുന്നത്? ഈ ഓവറി കാണാനായിട്ട് പറ്റുന്നത്. ഇതിനെയാണ് എപ്പിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ആൻസർ ബോത്ത് എ ആൻഡ് ബി. പെരിഗൈനസ് എന്ന് പറയുന്നത് തലാമസിലെ ബാക്കി വേളുകളും അതുപോലെ തന്നെ ഓവറിയും ഏകദേശം ഒരേ ലെവലിലായിരിക്കും. അതാണ് പെരിഗൈനസ്. ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത് ഓവറി ആയിരിക്കും മുകളിലായിട്ട് കാണാൻ. അതാണ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ്. അതെന്താണ് നോട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ,
ഇന്ത്യൻ റബ്ബർ മരം എന്ന് വിശേഷിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ റബ്ബർ മരം. ഓപ്ഷൻ എ ഹെവിയ ബ്രസീലിയൻസിസ്, ഫൈക്കസ് ഇലാസ്റ്റിക്ക, ഫൈക്കസ് ബംഗാളൻസിസ്, ബി ആൻഡ് സി. ഇതിൽ ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റബ്ബർ മരം അഥവാ പാര റബ്ബർ മരത്തിനെയാണ് ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതല്ല. ദെൻ ഫൈക്കസ് ഇലാസ്റ്റിക്കയാണ് ഇന്ത്യൻ റബ്ബർ മരം അഥവാ റബ്ബർ ഫിഗ്. ഇന്ത്യൻ റബ്ബർ മരം അഥവാ റബ്ബർ ഫിഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഫൈക്കസ് ഇലാസ്റ്റിക്ക. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഫൈക്കസ് ഇലാസ്റ്റിക്ക. ദെൻ ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് പറയുന്നത് സാധാരണ കാണുന്ന ആൽമരത്തിനെയാണ് ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ മരച്ചീനി ഒരു ഭക്ഷ്യവിളയായി ആദ്യം പരിചയപ്പെടുത്തിയത് ആര്? കേരളത്തിൽ മരച്ചീനി ഒരു ഭക്ഷ്യവിളയായിട്ട് ആദ്യം പരിചയപ്പെടുത്തിയത് ആര്? ഓപ്ഷൻസ്: ശ്രീ വിശാഖം തിരുനാൾ, ശ്രീ മൂലം തിരുനാൾ, സർ CP രാമസ്വാമി അയ്യർ, മാർത്താണ്ഡവർമ്മ. ആരാണ്? ഓപ്ഷൻ എ, ശ്രീ വിശാഖം തിരുനാളാണ് മരച്ചീനി ഒരു ഭക്ഷ്യവിളയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.